ഇതാണ് പൗലോസ് പറയുന്നത്, എൻ്റെ കൈവപ്പിനാൽ ദൈവത്തിൻ്റെ കൃപാവരം നിന്നിൽ ഉണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ എന്തോ ചെയ്യണം? അതവിടെ ഇങ്ങനെ ഇട്ടാ പോരാ. യു ഫാൻ ദ ഫ്ലെയിം. നീ അതൊന്ന് ജ്വലിപ്പിക്കണം. അതെങ്ങനാ ജ്വലിപ്പിക്കുന്നത്? വീട്ടിൽ ഇരുന്നാ ജ്വലിക്കത്തില്ല. ജ്വലിപ്പിക്കണമെങ്കിൽ എന്തോ വേണം? അതിനാണ് ആദിമസഭ നമ്മളെ പഠിപ്പിച്ചത്. എന്താണെന്നറിയാമോ? ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നീ ഉപവസിക്കണം. കർത്താവിൻ്റെ ജനനവും മുതൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം വരെയുള്ള കർത്താവിൻ്റെ ജീവിത ചക്രത്തെ അനുഷ്ഠിച്ചുകൊണ്ട് നൊയമ്പും ഉപവാസവും പിന്നെന്തോ പ്രാർത്ഥനകളും ക്രമീകരിക്കണം. ഒരു ദിവസം നമ്മുടെ കർത്താവ് കാൽവറി കുരിശിലേക്ക് യാത്രയായതിൻ്റെ ഓർമ്മ സ്മരിക്കുന്ന 7 യാമപ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നതെന്നറിയാമോ? പിന്നെ ഞായറാഴ്ച എനിക്ക് പാട്ട് പാടാൻ വയ്യായിട്ട്, ഞങ്ങളുടെ ശുശ്രൂഷക്രമത്തിന് നല്ലൊരു പാട്ടുണ്ട്, ഈ ആരാധനക്രമത്തിലും ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാ ദിവസങ്ങളിലും വലുത് ഞായർ ദിനം എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, സൂപ്പർ. അങ്ങനെ പറയുമ്പോൾ ഞായറാഴ്ച ഈ വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന് ആരാധനയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിലിരുന്ന് ഒരാരാധന കഴിക്കുമ്പോൾ നമ്മൾ ഈ കുരങ്ങ് തൻ്റെ അമ്മയുടെ വയറ്റിൽ അള്ളിപ്പിടിച്ച് പോകുന്നത് പോലെ നമ്മൾ ആരോടുകൂടെ യാത്ര ചെയ്യുക? കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യുന്ന സഭ അവന്റെ നാളിൽ നിഷ്കളങ്കയും നിർമ്മലയുമായി അവനെ എതിരേൽപ്പാനായിട്ട് കാണും.